ഈ പരീക്ഷ എഴുതിയ കുട്ടിയാണല്ലോ അല്ലേ? പരീക്ഷ എഴുതിയപ്പോ എന്തായിരുന്നു ഒരു പ്രതീക്ഷ? ഒരു 570 മാർക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. കുഴപ്പമില്ലാതെ എളുപ്പമായിരുന്നു ഫിസിക്സ്. ഓർക്കേണ്ടത് എന്താണെന്നറിയോ? 600 മാർക്കോളം കിട്ടുന്ന 700 മാർക്കല്ലേ, അതിൽ 600 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോർന്നുപോയി. പിന്നെ ഇത് അറിഞ്ഞപ്പം ഇത് കഴിഞ്ഞ 9 ദിവസം നീറ്റ് പരീക്ഷ കഴിഞ്ഞ 9 ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ന്യൂസ് അറിയുന്നത്. ജൂൺ 21 എഴുതണ്ടേ? 21 എഴുതണം. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു ഫ്രീ ആയി 12th കഴിഞ്ഞ് നീറ്റ് എഴുതി കഴിഞ്ഞ് ഫ്രീ ആയി നമ്മുടെ ഹോബീസിലേക്കും പിന്നെ നാട്ടിലേക്കൊക്കെ പോയി കുറച്ചൊരു വെക്കേഷൻ രീതിയിൽ അതെ അതൊക്കെ ഇറക്കി വെച്ചു. പിന്നെ ഇതിനകത്തേക്ക് പോകുന്ന 9 ദിവസം കഴിയുമ്പോഴാണ് ഈ ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ ഈ ന്യൂസ് അറിഞ്ഞപ്പം ആദ്യം കിട്ടിയ ഷോക്ക് എന്താണ്? ഇനി എന്തായിരിക്കും, ഇനി രണ്ടാമത് എഴുതേണ്ടി വരുമോ, അതോ ഫുള്ളായി ക്യാൻസൽ ആയോ, മാർക്ക് എന്തായിരിക്കും, അങ്ങനെയായിരുന്നു എല്ലാവരും. പിന്നെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങി, എല്ലാവർക്കും ഭയങ്കര സങ്കടമായി, എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഇരുന്നത്. ബിക്കോസ് ഞങ്ങൾ 2 വർഷം കഷ്ടപ്പെട്ട് ഇത്രയും നാളെ പഠിച്ച് ഇതിനു വേണ്ടി ചെലവഴിച്ച് ഞങ്ങളും ലൈക്ക് മറ്റേ പിള്ളേരെ പോലെ പുറത്ത് പോവാതെയോ ഫുൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുമ്പം പിന്നെ ഈ നീറ്റ് എക്സാം ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന പറയുമ്പം എല്ലാവർക്കും ഒരു സങ്കടവും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം നീ റീനീറ്റ് ഉണ്ടാവോ, ഉണ്ടെങ്കിൽ എപ്പോഴാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പഠിച്ചു തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞങ്ങൾ 2 വർഷം ചെയ്ത ഹാർഡ് വർക്ക് ആ ഒരു മൊമെന്റത്തിൽ തന്നെ നമുക്ക് ഇത്രയും ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഒരു സാധനം പഠിച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തിൽ നമ്മൾ എന്തായാലും മറന്നു പോകും. അപ്പൊ ഈ 9 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും എവിടെ നിന്ന് തുടങ്ങണം? അതെ, നീ തുടങ്ങണം. മോളിപ്പോ നന്നായി മിടിക്കായിട്ട് എഴുതണം 21. ഓക്കെ, അപ്പൊ അങ്ങേക്ക് ഒരു അഭിപ്രായം എന്താ ഇതിനകത്ത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.